ബാലു, നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എല്ലാം നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തന്നെയല്ലേ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി വെച്ചെന്ന് അമ്മാവനീ പറയുന്നത്? ഏതോ ഒരു പെണ്ണ് കയറി വന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു. എന്റെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പെണ്ണ് പറയുന്നത് എല്ലാവരും വിശ്വസിക്കൂ. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഇന്ദുവിനും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോ മാത്രം അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയെങ്കിലും ആ രജനി ഒന്ന് കണ്ടുപിടിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കി തരണം. നീ സമാധാനായിട്ടിരിക്കും. നമുക്ക് ഇന്ന് തന്നെ അവളെ ഒന്ന് അന്വേഷിച്ചിറങ്ങാം. ബാലു, ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. രജനിയെ നിനക്ക് ഒരു പരിചയമില്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമോ? അമ്മാവൻ, ഞാൻ എത്ര പ്രാവശ്യം അമ്മാവൻ... ക്ഷോഭിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഏറെ കളി ഞാൻ ഈ പ്രായം കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു നാടകം അവൾ കളിക്കാൻ ഉദ്ദേശം എന്തെന്ന് എത്ര ആലോചന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, പരിചയം വേണ്ട. എവിടെങ്കിലും വെച്ച് നീ ഇതിനു മുമ്പ് അവളെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? അല്ല, ആകാശവാണിയിലെ ഏതെങ്കിലും പ്രോഗ്രാം റെക്കോർഡിങ്ങിനോ വല്ല മാട്ട നാടകത്തിനോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിന്നോട് വല്ല പ്രേമോ തോന്നിയിട്ടുണ്ടെങ്കിലോ? ഈ വൺ സൈഡേ. ഇല്ല മാവ, നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അല്ല, ഇനി വേറെ ആരെങ്കിലും ആണെന്ന് രജനി നിന്നെ തെറ്റിദ്ധരിച്ചിട്ടാവോ? അല്ല, ഒരാളുടെ രൂപത്തിൽ തന്നെ 7 പേരുണ്ടെന്നാണല്ലോ പറയാറ്. നീ എന്താ ആലോചിക്കുന്നേ? വീട്ടിൽ ചെന്ന് ചോദിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ രജനി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി എന്നെ അപമാനിക്കാൻ പോലും അവൾ ഈ അവസ്ഥയെ മടിക്കില്ല. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് അവൾ ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ നീ കാര്യങ്ങൾ എനിക്ക് വിട്ടുക. ഈ കൂത്താട്ടോളം എന്ന് പറഞ്ഞ സ്ഥലത്തെ എനിക്ക് 3-4 മാന്യന്മാരെയൊക്കെ പരിചയമുണ്ട്. രണ്ടിലൊന്നും നമുക്ക് ഇന്നറിയാലോ. ഇവിടെ ആള് കൂടി ഉണ്ടല്ലോ. നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇതെന്താ ഇവിടെ ആള് കൂടിയേക്കണേ? രജനി ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. വണ്ടി വിടറാ. എന്താ ഇത്? നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. ഇവളെ നിങ്ങളെ ഏൽപ്പിക്കാനാ ഞാൻ വന്നത്. എന്റെ മകൻ ഇങ്ങനെ ഒരു കുഞ്ഞുള്ളതായി എനിക്കറിയില്ല. അത് നിങ്ങളുടെ മകനറിയാം. അമ്മ മരിച്ചെങ്കിലും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഇവള് അനാഥയെ വളരാൻ പാടില്ല. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ രജനി എഴുതിയ കത്താണത്.
ഇത് മോളുടെ മുത്തശ്ശിയാണ് കേട്ടാ. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ അമ്മ ക്ഷമിക്കണം. ഇത് നിങ്ങളുടെ മകന്റെ കുഞ്ഞാണ്. ഈ സത്യം അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ മകന്റെ ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിക്കാനോ കുടുംബം തകർക്കാനോ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ കുഞ്ഞിന് അമ്മയില്ലാത്ത ദുഃഖം അറിയാതെ വളരാൻ ഏറ്റവും അനുയോജ്യമായൊരിടത്തേക്കാണ് ഞാൻ അവളെ അയക്കുന്നത്. എന്റെ മകളെ ഒരു മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും നൽകി വളർത്തുമെന്ന പ്രതീക്ഷയോടെ രജനി. ആരാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ മകന്റെ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഏതോ ഒരു സ്ത്രീയിൽ ആർക്കോ ജനിച്ച കുഞ്ഞ് എന്റേതാണെന്ന് അമ്മയെ വിശ്വസിക്കാണോ? നിനക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത് നിന്റെ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണുനീര് ഈ വീട്ടിൽ വീഴില്ലായിരുന്നു. അമ്മ എന്താ ഇത്ര വൈകിയത്? കരയുവെക്കാൻ പറ്റി കഴിഞ്ഞപ്പോ കുറെ വൈകി. വാസുവനാര് പറയുന്നത് ഈ ഞായറാഴ്ച അവന്റെ വീട്ടിൽ പോയി സംസാരിച്ച് ബന്ധം ഒഴിപ്പിക്കണമെന്നാ. ബന്ധം ഒഴിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്ത് ആലോചിക്കാൻ, എല്ലാരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അച്ഛാ, ബാലുവേട്ടനെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. പിന്നെ എന്തിനാ കെട്ടും പാട്ടം മുറുക്കി നീ ഇങ്ങോട്ട് പോന്നേ? നിനക്ക് അവർ തന്നെ പൊറുക്കാൻ മേലായിരുന്നോ അവർ രണ്ടാം ഭാര്യയായിട്ട്? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മംഗലശ്ശേരി തറവാട്ടുകാർക്ക് അഭിമാനമാണ് വലുത്. നാട്ടിൽ അവനേക്കാൾ യോഗ്യന്മാരെ ചെറുപ്പക്കാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെയും ബാലുവേട്ടനെയും തമ്മിൽ പിരിക്കാനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതെന്റെ കുട്ടിയാണെന്ന് അമ്മ അങ്ങ് തീരുമാനിച്ചു അല്ലേ? നാട്ടുകാർക്ക് പറയാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ഓള് പാലുടിക്ക്. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ഒരു കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവളും അവളുടെ അലവലാതി അമ്മാവനും പറയുന്നത് അമ്മ വിശ്വസിച്ചിരിക്കുന്നത്. ആരുടെ ആയാലും ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഇതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഇനിയും ആരെങ്കിലും ഇതേപോലെ ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അതും എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അമ്മ അങ്ങേറ്റെടുക്കും. എനിക്ക് ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തണമെന്നില്ല. ഇതാ, ഇതിനെ വല്ല അനാഥാലയത്തിലോ മറ്റെവിടെയെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചോളൂ. നിനക്കതിനാവില്ലെന്ന് എനിക്കറിയാം. ഒരമ്മയ്ക്ക് മകന്റെ സ്നേഹത്തിനേക്കാൾ വലുത് അവന്റെ അഭിമാനമാണ്. എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത്. എന്തെങ്കിലും തെളിവുകളില്ലാതെ ഒരമ്മയും മക്കളെ കുറ്റപ്പെടുത്തില്ല. ഇത് വായിച്ചു നോക്ക്. ഈ കത്തിൽ എഴുതിയിരിക്കുന്നൊന്നും സത്യമല്ലമ്മേ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതികളുണ്ട്. അതെന്താണെന്നറിയാൻ രജനി ഇന്ന് ജീവിച്ചിരിപ്പില്ല.
ചേച്ചി 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 അമ്മേ അമ്മേ ചേച്ചി എന്താ മോളെ അമ്മേ ചേച്ചി വിളിച്ചിട്ട് അനങ്ങുന്നില്ല മോളെ 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 അയ്യോ ദൈവമേ എന്റെ മോളെ ദേ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നേ മോളെ ചേച്ചി എന്താ? അയ്യോ നമ്മുടെ മോള് നീ കിടന്ന് ബഹളം വെക്കാതെ. ചേച്ചി മോളെ മോളെ എന്തു മോളെ അയ്യോ ചേച്ചി എന്റെ കുഞ്ഞ് ചേച്ചി അച്ഛനെ വിളിക്കുന്നേ. ചേച്ചി 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 ഇന്നും അപ്പനെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഷീസ് പറയുന്നത് ബോഡി വളരെ വീക്ക് ആയതുകൊണ്ടാ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവാം. വളരെ ഉപകാരം സാർ. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ബാലുവിനെ വിവരം അറിയിക്കണ്ടേ?